നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്ന ആളായതുകൊണ്ട് എവിടെയെങ്കിലും നമുക്ക് പോകുമ്പം എന്ത് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. കേക്ക് കൊണ്ടുപോയാൽ മതിയല്ലോ. പിന്നെ വിരുന്ന് പോകുമ്പോൾ കേക്ക് കൊണ്ടുപോകാൻ പ്രത്യേക ഇൻട്രസ്റ്റ് എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ചെയ്യാം. ഇന്ന ഡിസൈൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അതായത് ഇപ്പോൾ നമ്മൾ പുറത്ത് കസ്റ്റമറിന് കേക്ക് കൊടുക്കുമ്പം അവരുടെ ഡിസൈനിൽ കൊടുക്കണം, നല്ല പെർഫെക്റ്റ് ആവണം. പക്ഷെ നമ്മൾ വിരുന്ന് പോകുമ്പം നമ്മുടെ ഒരു സമയത്തിനനുസരിച്ച് നമുക്കത് ഒന്ന് മോടി പിടിപ്പിച്ചാൽ മതിയല്ലോ. ഇപ്പോൾ എൻ്റെ ഈ നോസിലൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ഒരു ബോക്സാണ് ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ലൊരു ബോക്സാണ്. നമുക്ക് ഈ ഒരു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റിയാൽ ആ ഒരു കോളത്തിൻ്റെ മീൻസ് ആ ചെറിയ ഇതിൻ്റെ വലിപ്പം കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ ലിങ്ക് അയച്ചുതരാം കേട്ടോ. പിന്നെ നമ്മുടെ കേക്ക് ഞാൻ പറഞ്ഞല്ലോ ഡിസൈനൊക്കെ എനിക്കിഷ്ടമുള്ള പോലത്തെ ഒരു ഡിസൈനാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് ചെറീസൊക്കെ വെച്ചാൽ കുട്ടിയൊക്കെ ഈ ചെറീസൊക്കെ കാണുമ്പം ഇഷ്ടമാവല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചധികം ചെറീസൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ചോറും കറിയൊക്കെ ആയി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഏറ്റവും വലിയൊരു പണിയുണ്ട്, എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത പണി. ഈ പാത്രമൊക്കെ കഴുകിയെടുക്കണം. ഇത്രയും പാത്രം കാണുമ്പോൾ തന്നെ നമുക്കൊരു ചടുപ്പ് വരൂലേ. പക്ഷെ ചടച്ചിട്ട് കാര്യമില്ല, നമ്മൾ തന്നെ കഴുകണമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഈ പാത്രം കഴുകിയിട്ട് വരാം. ഈ പാത്രം കഴുകൽ കഴിഞ്ഞ് റാക്കൊക്കെ തുടച്ചിട്ടാൽ നല്ലൊരു സമാധാനമാണ്. പിന്നെ വിചാരിക്കും ആവണ പാത്രം വേഗം വേഗം കഴുകിയിടണം. പക്ഷെ എനിക്ക് ആ ഒരു സ്വഭാവമൊന്നുമില്ല കേട്ടോ. പാത്രം അപ്പം കഴുകി വെക്കുന്ന ആ നല്ല സ്വഭാവമൊന്നും എനിക്കില്ല. എന്തായാലും ഞാനിപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സിൽവറിൻ്റെ സ്ക്രബ്ബർ നല്ലതാണ്. എൻ്റെ കയ്യിൽ വലുതും ചെറുതും ഉണ്ട്. ഈ വലുതുകൊണ്ട് പാത്രം കഴുകാൻ വലിയ സുഖം പോരാ, കാരണം നമ്മുടെ കയ്യിൽ ഒതുങ്ങൂല. ഈ ചെറുത് പാത്രം കഴുകാൻ നല്ലതാണ്. ഈ വലുത് ഈ റാക്കൊക്കെ തേച്ച് കഴുകാനൊക്കെ നല്ലൊരു സ്ക്രബ്ബറാണ്. അതിൻ്റെ ഡബിൾ ലെയറുള്ള തന്നെ വാങ്ങിച്ചാൽ കുറച്ചുകൂടി നമുക്ക് പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആവും. കുറച്ചുകൂടി നമുക്ക് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും കേട്ടോ ഡബിൾ ലെയർ ഉള്ളത്. അപ്പോൾ വൈപ്പർ വെച്ചിട്ട് അവിടെയൊക്കെ തുടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ലൊരു സമാധാനമാണല്ലേ. ആഹാ, എന്ത് രസം കാണാൻ. എന്തായാലും ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ച് ഞാൻ കേക്കൊക്കെ ആയിട്ട് പോവാണ് കേട്ടോ.